ഒറ്റപ്ലാമൂട്ടി ശോശ. അതായത് ഈ നിൽക്കുന്ന കുന്നേൽ ഔതക്കുട്ടിയുടെ കെട്ടിയോടെ തള്ള. തിരുമേനി ഈ കുപ്പായ വിട്ടു പോയെങ്കിലും എപ്പോഴും അവിടത്തേക്ക് കൂടപ്പിറന്ന പെങ്ങള് തന്നെ അല്ലയോ? ആ നേരാ തിരുമേനി. ബിജുമോൻ പള്ളിക്കുടുത്തി പോയി. ഒരു മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുന്നി വെച്ച് അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ അന്ന് എനിക്ക് 9 വയസ്സ്. ഒരു കൊച്ചു ചെക്കൻ കഴുമരത്തെ അപ്പന്റെ ശവറക്കിതാ ഈ കയ്യിലോട്ട് ഇങ്ങനെ വാങ്ങിക്കുമ്പോ ബിജുമോന്റെ 10ാമത്തെ പിറന്നാളാ. പനമ്പായി പൊതിഞ്ഞു കെട്ടി അപ്പനെ 3ാം പക്കം പള്ളിമുറ്റത്തെത്തിച്ചപ്പോ ഇപ്പോഴും ബിജുമോന്റെ കൺമുന്നിൽ നുളക്കി വച്ചോ ഇത്ര നീളമുള്ള പുഴുക്കള് അപ്പന്റെ മൂക്കിൽ നിന്ന് വായുന്നു. അന്ന് ഇതുപോലെ കുപ്പായി വിട്ടവര് മൂക്കും പൊത്തിക്കൊണ്ട അപ്പന്റെ ശവത്തിലിട്ട് ആട്ടിയത് എടുത്തോണ്ട് ഏതെങ്കിലും തെമ്മാടി കുഴിക്കൊണ്ട് നടക്കിക്കോളാൻ. അന്യം വേർക്കുന്ന കാശും കൊണ്ട് അപ്പവും കഴിച്ച് വീഞ്ഞും കുടിച്ച് ബെൻസേലും കോണ്ടസേലും കയറി നടക്കുന്ന വെളുവെളുത്ത കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ഈ ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ ഇറവറൻസ്, ബഹുമാനക്കുറവ്. ആ പിന്നെ കള്ള് വിറ്റ് പിച്ചക്കാരെത്തിയിട്ടുണ്ട്. അതും ഒരു കഥയാ തിരുമേനി. 11ാം വയസ്സിൽ അപ്പം കിടക്കുന്നതിന് ഇടതുഭാഗത്ത് അമ്മച്ചയും കുടിച്ചുകൂടി മീനച്ചിലാർ നീന്തിക്കേറി കാട്ടി കള്ളക്കാച്ച് തുടങ്ങിയ എനിക്ക് ചക്കരയും കുടവും കുടഞ്ഞും വാങ്ങിക്കാൻ പൈസ ഒന്നും പള്ളിയും പട്ടക്കാരൊന്നും അല്ല. അങ്ങാടി തെണ്ടിപ്പെറുക്കി നടന്നൊരു തള്ളയാ, ഒരു മുഴുപ്രാന്തി. അതിന്റെ സ്മരണയിലാച്ചോ ഇന്ന് ഈ ബിജുമോന്റെ വീടിന്റെ മുറ്റം തന്നതാനം. പിന്നെ കുടുംബ മഹിമ. ആ കേട്ടോ തിരുമേനി, എന്റെ അപ്പൻ സായിപ്പിനെ കൊന്നിട്ട് കഴുകുമരത്തെ കയറുന്ന കാലത്ത് ഈ നിൽക്കുന്ന കുന്നേ മത്തച്ഛന്റെ അപ്പനും പെമ്പറന്നോത്തിക്കും ബ്രിണ്ണൻ സായിപ്പിന്റെ വീട്ടിലാ പണിന്ന് പറഞ്ഞ സായിപ്പിനെ കുളിപ്പിക്കണം, പെടുപ്പിക്കണം, കിടക്ക കുളഞ്ഞു വിരിച്ച് കിടത്തണം. തിരുമേനി കണ്ടു കാണും ഇവന്റെ താഴെയുള്ള 4 കൂടപ്പിറപ്പങ്ങള്. 4ന്റെ തൊലി വെളുകളാന്നാ പൂച്ചയുടെ ജാതി കണ്ണും ജനസന്റെ കോണം. നിന്റെ അപ്പം കൂട്ടിക്കൊടുത്ത കഥയല്ലടാ, അപ്പന്റെ അപ്പം കൂട്ടിക്കൊടുത്ത കഥയാ ഞാൻ ഈ പറയുന്നേ. കേട്ടോ തിരുമേനി, കള്ള് കച്ചവടത്തിലാണെങ്കിലും കള്ള് കുടിക്കുന്ന കാര്യത്തിലാണെങ്കിലും എനിക്ക് ഒരാളുടെ ഉപദേശം ആവശ്യമില്ല. ഐ ആം ഔട്ട് സ്പോക്കൺ.